ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോയാണ്. എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം, അതാണ് ഇന്നത്തെ വീഡിയോ. ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഗോതമ്പ് ദോശയും പിന്നെ അതിന് പറ്റിയൊരു ചിക്കൻ കറിയും. കുറച്ച് ഗോതമ്പ് മാവും തേങ്ങ ഇച്ചിരി ചിരകിയതും പിന്നെ ഇത്തിരി ഉപ്പും കൂടെ കൂടിയിട്ട് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ ദോശ ഉണ്ടാക്കുവാണ്. അമ്മയ്ക്ക് ഷുഗർ ആയതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും രാവിലെ ഞങ്ങൾ ഗോതമ്പ് ദോശ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അല്ലാത്ത ദിവസം ചിലപ്പോൾ പൂരി, പുട്ട്, അങ്ങനെ ഓരോ ദിവസവും ഓരോ രീതിയിലാണ് ഇവിടെ. ഈ ഗോതമ്പ് മാവായതുകൊണ്ട് അത് ദോശയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇടുന്ന സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. അത് നന്നായിട്ട് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അടുത്ത പ്ലാൻ കറിയിലേക്ക് കടക്കാനുള്ള പ്ലാനായിരുന്നു കേട്ടോ. ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പുതിയൊരു യൂട്യൂബർ ആയതുകൊണ്ട് എൻ്റെ വീഡിയോയിൽ ഏറെക്കുറെ തെറ്റുകളുണ്ടെന്ന് എനിക്കറിയാം. എഡിറ്റിങ്ങിലൊക്കെ ഒരുപാട് തെറ്റുകളുണ്ട്. വീഡിയോസിൻ്റെ ക്വാളിറ്റിയിലും ഒക്കെ ഒരുപാട് തെറ്റുകളുണ്ട്. എല്ലാം ക്ഷമിച്ച് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ തെറ്റുകളൊക്കെ ക്ഷമിക്കണം. എന്നിട്ട് അങ്ങനെ ദോശയെല്ലാം സെറ്റാക്കി കഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചു. അതിനുശേഷം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ എടുത്തു വെച്ചു. ചിക്കനെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അങ്ങനെ എല്ലാം കൂടെ എടുത്ത് കുനുകുനാന്നിങ്ങനെ അരിഞ്ഞെടുത്തു. എല്ലാം അരിഞ്ഞ് പെറുക്കി സെറ്റാക്കി വെച്ചതിന് ശേഷം പിന്നെ അടുപ്പിൽ ഒരു ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ് എടുത്തു വെച്ചത്. ഇവിടെ വിറകടുപ്പിലാണ് ഇറച്ചി എന്തെങ്കിലും കൊണ്ടുവന്നാൽ അത് ഉണ്ടാക്കുന്നത്. ഇവിടെ വിറകടുപ്പിൽ ഉണ്ടാക്കുന്നതാണ് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഇഷ്ടം. ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കടുകിട്ടു. പിന്നെ അത് പൊട്ടിത്തെറിക്കാനുള്ള ഒരു വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, സവോള ഇതെല്ലാം കൂടെയും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുവാണേ. ഞാൻ വലിയ പാചകക്കാരിയൊന്നും അല്ല, ഞാൻ ചെയ്യുന്ന രീതിയിൽ ഞാനൊന്ന് പറയുന്നതാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഒരു കറി, ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെയാണ് ഈസി ആയിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. എൻ്റെ രീതിയിലാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നതിനകത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ചിക്കൻ മസാല ഇതെല്ലാം കൂടെ ചേർത്തുനിന്ന് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1/2 കപ്പ് വെള്ളവും കൂടെയും ചേർത്ത് നമ്മൾ മൂട്ടി വെച്ച് വേവിക്കണം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കറി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും. നമ്മൾ വിറകടുപ്പിൽ ചിക്കൻ വെക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് ആവും അത് കറി റെഡി ആവാനായിട്ട്. റെഡിയായി കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഗോതമ്പ് ദോശയും ചിക്കൻ കറിയും.